ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ തന്നെ വീട്ടിലെ താമരത്തോട്ടാണ്. അതായത് ഞാറ്റുവേല ചന്തയിൽ വെച്ചിട്ട് എന്നെ കണ്ടുമുട്ടിയൊരു ടീച്ചറായിരുന്നു. റിട്ടയർഡ് ടീച്ചറാണ്. ടീച്ചറിൻ്റെ അടുത്തുനിന്ന് കണ്ട സമയത്ത് പൂവിട്ട് നിൽക്കുന്ന പോട്ടിൽ പൂവിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ടീച്ചർ 2-3 വെറൈറ്റി ഒക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ടീച്ചറുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന താമര അങ്ങനെ പൂക്കാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കൊണ്ടുപോയാൽ പൂക്കോ എന്നൊക്കെ ചോദിച്ചാൽ ആ പൂക്കും. ടീച്ചർ ഒരു മാസത്തിനുള്ളിൽ വന്നിട്ടില്ല, എന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തു. അങ്ങനെ ടീച്ചർ നട്ടുവെച്ച് പെട്ടെന്ന് തന്നെ പൂക്കൾ വന്ന സമയത്ത് ടീച്ചർക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരഞ്ഞു വന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് പിന്നെയും ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നു. ടീച്ചർ എന്നെ തന്നെ കൂട്ടി വന്നുകൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഇപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ അഖിലൻ്റെ ഒക്കെ ബഡ് കണ്ടില്ലേ, ഒത്തിരി ഹൈറ്റിൽ വലിയ പൂക്കളൊക്കെയാണ് ടീച്ചർക്ക് ഉണ്ടാവാറ്. ഇത് ഗുരുവായൂർ അമ്പലത്തിലേക്കൊക്കെ ടീച്ചർ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ഗുരുവായൂരൊക്കെ എത്രയും കുറച്ച് ദൂരമുണ്ട് പോകാൻ. നമ്മുടെ കോഴിക്കോട് നിന്ന് ഗുരുവായൂരിലേക്കൊക്കെ ടീച്ചർ ഇത് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇതിലിപ്പം നാഗവല്ലി, ഐശ്വര്യ, അഖില, വൈറ്റ് പാന്തർ, പിങ്ക് മിസ്റ്റ്, പിങ്ക് ലെഗസി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ ഇത് ഒത്തിരി ഇഷ്ടമാണ് ടീച്ചർക്ക് ലോട്ടസ്. ഇത് കണ്ടില്ല, വൈറ്റ് പാന്തറിൻ്റെ ബഡൊക്കെ നിൽക്കുന്നത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നന്നായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ. വളവും അതിനുള്ള സ്പേസും കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ചെറിയ പൂക്കളും വലിയ പൂക്കളായിട്ട് വരും കേട്ടോ. പിന്നെ ഇതാ കുറേ നോർമൽ പ്ലാന്റ്സും അതുപോലെ തന്നെ അഡീനിയം, പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് അതും വെച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് കുറച്ച് ഇതിനോടുള്ളൊരു മനസ്സും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ വിരിയിക്കാൻ പറ്റിയൊരു